2 ദിവസത്തെ ലീവിന് ശേഷം സൂര്യൻ ഇന്ന് ചാർജ് എടുത്തിട്ടുണ്ട്. മുറ്റത്തെ ചെടികളിലൊക്കെ ഒരുപാട് പൂക്കൾ കാണാനുണ്ട്. ഓണാകുമ്പോൾ ഇതൊക്കെ കണ്ടാൽ മതിയായിരുന്നു, എന്നാലല്ലേ അത്തപ്പൂ ഇടാൻ പറ്റുള്ളൂ. അടുക്കളയിൽ ഇന്ന് പിടിപ്പത് പണിയാണ്. അമ്മതേ വലിയ കാലത്തിൽ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്ന് സ്പെഷ്യലായിട്ട് ഇറച്ചിക്കറിയും കൂണ് കറിയും എന്റെ സ്പെഷ്യൽ ഏത്തക്ക പച്ചടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഈ 2 സ്പെഷ്യൽ ഗസ്റ്റുകൾക്ക് വേണ്ടിയാണ്. എന്റെ തലതിരിഞ്ഞ നാത്തനും അവളുടെ തലതിരിഞ്ഞ ഹസ്ബൻഡുമാണ്. ഇത് കൂടാതെ ഞങ്ങളുടെ ഹച്ചുക്കുട്ടനും വന്നിട്ടുണ്ട്. ഹർഷിത് എന്നാണ് പേര്. ഇവന് 1 വയസ്സാവാൻ പോവാണേ. നാത്തൂന്റെ അളിയന്റെ പേര് പറഞ്ഞില്ലല്ലോ. നാത്തൂന്റെ പേര് മോനിഷ എന്നാണ്, അളിയന്റെ പേര് ആദർശ് എന്നാണ്. അങ്ങനത്തെ വന്നപ്പോ മുതൽ പാച്ചക്കുട്ടനും ഹച്ചുക്കുട്ടനും ഭയങ്കര സ്നേഹപ്രകടനമാണ് ഇവിടെ നിന്ന്. ഹച്ചുക്കുട്ടനെ കണ്ടപ്പോൾ മുതൽ പാച്ചക്കുട്ടൻ വലിയ ചേട്ടനെ പോലെ അവനെ എടുക്കാനും അവൻ ഉമ്മ കൊടുക്കാനും കളിപ്പിക്കാനും ഒക്കെ ഉള്ള ധൃതിയിലായിരുന്നു പാച്ചക്കുട്ടൻ നിന്ന്. ഇതിന്റെ ഇടയ്ക്ക് കൊറിയറുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു കൊറിയർ താഴെ കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നേട്ടനോടൊന്ന് എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ ഏട്ടൻ പറയാം എന്നെ കൊണ്ടൊന്നും പറ്റില്ല, വേറെ ആരോടെങ്കിലും പറയാം. ഭാഗ്യത്തിന് ഞങ്ങളുടെ ഉപ്പാപ്പന്റെ മോൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കൊറിയർ എടുക്കാനായിട്ട്. ആ സമയത്ത് ഇതാണ് ഞങ്ങളുടെ ഉപ്പാപ്പന്റെ മൂത്ത മോൻ. അവനാണെങ്കിൽ വീഡിയോയിൽ മുഖം കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് മുഖമൊക്കെ മറച്ചു പിടിച്ചിട്ട് ഓടി പോകുന്നുണ്ട്. കൊറിയർ എടുക്കാൻ പോയവരെ നോക്കി നിന്ന് പാച്ചക്കുട്ടനതേ ഉറക്കമൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കാണിച്ചു തരാമേ. അങ്ങ് പെരുമ്പളത്തുനിന്ന് കൊണ്ടുവന്ന കുഞ്ഞിനെ നനഞ്ഞ് നിൽക്കലാണ്. അവൾ എവിടെയിട്ടാ ഉണക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോ. അതിന്റെ ഇടയ്ക്ക് ഇതേ കൊറിയർ എടുക്കാൻ പോയവർ വന്നിട്ടുണ്ട്. കൊറിയർ എടുക്കാൻ ഉണ്ണി പോയതിന്റെ കൂട്ടത്തിൽ ഇത് മോനിഷ്യം കയറി പോയിട്ടുണ്ട്. അങ്ങനെ അതിന്റെ കൊറിയറും പൊക്കി പിടിച്ചുകൊണ്ട് അവർ വരുന്നുണ്ട്. വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. കൊറിയർ ഒന്ന് പൊക്കി കാണിക്കാൻ പറഞ്ഞപ്പോഴത്തേനെ മിറ്റത്ത് കൊണ്ട് കൊറിയർ തട്ടിയിട്ടുണ്ട്. കൊറിയർ എടുക്കാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നെങ്കിലും അത് അൺബോക്സ് ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമായിരുന്നു. കണ്ടോ, അത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അത് പൊട്ടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറൊന്നും അല്ലായിരുന്നു, എന്റെ ഫോൺ വെക്കാൻ ഞാനൊരു സ്റ്റാൻഡ് വാങ്ങിച്ചത്. ഇതുവരെ ഞാൻ കൈ വെച്ചോണ്ടായിരുന്നു എല്ലാ വീഡിയോ എടുത്തോണ്ടിരുന്നത്. അപ്പൊ അത് ലൈറ്റ് ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്റ്റാൻഡാണ് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് വെച്ച് കുറച്ച് പട്ടിഷോ ഒക്കെ കാണാമേ. ഈ സമയം കൊണ്ട് ചോറും കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം ഡൈനിങ് ടേബിളിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും കൂടി ചുറ്റി വരുന്ന ഫുഡെല്ലാം കഴിച്ചപ്പോഴത്തേക്കും കാറ്റൊക്കെ വീശി മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവർക്കും സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങാലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.